ഹലോ, ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് പാറ്റേൺ വരച്ചിരിക്കുന്നത് ഇതാണ്. ഇതിൽ ഞാൻ ഓരോ ലൈനും തമ്മിൽ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് വരച്ചിരിക്കുന്നത്. ശേഷം നമ്മൾ ആ ഡിസൈൻ തുണിയിലേക്ക് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ കട്ട് ബീഡ് വേണം, പിന്നെ പേളും വേണം, നോർമൽ സേവിങ് ത്രെഡ് വേണം. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. ത്രെഡ് 2 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമ്മൾ ആദ്യം നെക്ക് ലൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ 3 ബീഡ്സ് ഇതെടുത്തിട്ട് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബീഡ് കുത്തി കൊടുക്കുമ്പോൾ ആദ്യം ചെയ്ത ബീഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് ത്രെഡ് വലിച്ചെടുക്കുന്നത്. ഇങ്ങനെ നെക്ക് ലൈൻ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഈ ഡിസൈൻ ചെയ്യാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോളിക്കോട്ടൻ്റെ ക്ലോത്താണ്. ഈ ഒരു കളറല്ല കേട്ടോ, നല്ല റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ക്ലോത്താണ്. ഇതിപ്പോൾ ലൈറ്റിൻ്റെ എന്തോ പ്രശ്നം കൊണ്ട് ഇങ്ങനെയാണ് കാണുന്നത്. കട്ട് ബീഡും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നെക്ക് ലൈൻ ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ലൈൻസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ 3 ടൈപ്പ് ലൈനാണ് വരച്ചിരിക്കുന്നത്. ഒന്ന് ഏറ്റവും വലുത് 1.5 ഇഞ്ചും, പിന്നെ അതിന് തൊട്ട് താഴെയുള്ളത് 1 ഇഞ്ച്, പിന്നെ വെറും 1/4 ഇഞ്ചില്ല, ഒരു 2 പോയിന്റ് വെച്ചിട്ടാണ് അടുത്ത ലൈന് വരച്ച് വെച്ചിരിക്കുന്നത്. 1.5 ഇഞ്ച് വരുന്ന ലൈന് 3/4 ഇഞ്ച് വെച്ചിട്ട് ഞാനൊന്ന് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ ലൈന് 1/2 ഇഞ്ച് വെച്ചിട്ടും സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ 2 സൈഡിലേക്കും 2 ബീഡ് വീതം വെച്ചിട്ട് ഒരു പേളും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 1/4 ഇഞ്ച് ഇല്ലാത്ത ലൈന് നമ്മൾ 2 കട്ട് ബീഡ് വെച്ചിട്ട് പിന്നെ 2 സൈഡിലേക്കും 2 കട്ട് ബീഡും പേളും വെച്ച് കുത്തി കൊടുക്കുകയാണ്. വലിയ ലൈനൊക്കെ നമ്മൾ 3 ബീഡ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ 3/4 ഇഞ്ച് വരുമ്പോൾ 2 സൈഡിലേക്ക് നമ്മൾ 2 കട്ട് ബീഡും ഒരു പേളും വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഈ വലിയ ലൈൻ വരുന്നതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ക്രോസ് ആയിട്ട്, അതായത് 4 ഭാഗത്തേക്കും പേളും കട്ട് ബീഡും കൂടെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ മുകളിൽ 2 ഭാഗത്തേക്കും ചെയ്തിട്ട് പിന്നെ താഴെ 2 ഭാഗത്തേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് ഇതിന് ആവശ്യമില്ല. ആകെ ഒരു കട്ട് ബീഡും ചെറിയ സൈസ് പേളും മാത്രം മതി. ഒരു ഇഞ്ചിൻ്റെ ലൈന് 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ബീഡും പേളും കൂടെ കുത്തി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.